നമസ്കാരം, ഞാൻ കാർത്തിക, NDA കൺസൾട്ടന്റ് ഫ്രം ലൈവറ്റ്. യൂണിഫോമിനോടുള്ള സ്നേഹം പൊതുവെ നമ്മൾ മലയാളി പാരൻസിന് എല്ലാവർക്കും ഉള്ളതാണല്ലേ. സ്വന്തം മക്കൾ യൂണിഫോമിൽ തിളങ്ങി നിൽക്കുന്നത് കാണാൻ ഏത് അച്ഛനമ്മമാരാണ് ആഗ്രഹിക്കാത്തത്? ആ ആഗ്രഹം തെറ്റല്ല. പക്ഷേ ഒരു ഞെട്ടിക്കുന്ന സത്യം നമ്മൾ എല്ലാവരും തിരിച്ചറിയണം. ഇന്ന് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ തന്നെ NDA എന്ന മോഹവുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കുട്ടികൾ ധാരാളമുണ്ട്. അതിൽ 80% കുട്ടികളും +2 എത്തുമ്പോഴേക്കും ആ സ്വപ്നം നിശബ്ദമായി ഉപേക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവർ മിടുക്കരല്ലാത്തത് കൊണ്ടാണോ? അല്ല. അവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണോ? അതുമല്ല. മറിച്ച് അവരുടെ മസ്തിഷ്കം ഒരു ഡിഫൻസ് ലൈഫിന് വേണ്ടി വയർ ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ലക്ഷങ്ങൾ കോച്ചിങ്ങിനായി ചിലവാക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കുട്ടി വെറുമൊരു എൻട്രൻസ് പരീക്ഷ എഴുതാൻ പോകുന്ന ആളാണോ അതോ ഒരു യഥാർത്ഥ ഓഫീസർ ആകാൻ ജനിച്ച ആളാണോ എന്ന് ആദ്യം തിരിച്ചറിയാം. നിങ്ങളുടെ കുട്ടി 9ാം ക്ലാസ്സിൽ എത്തുന്നതിന് മുൻപ് അവരിൽ ഒരു ഓഫീസർ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നറിയാൻ ഈ 5 കാര്യങ്ങൾ പരിശോധിക്കുക. നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ക്വാളിറ്റിയാണ് ഡിസിഷൻ ഓണർഷിപ്പ്. ലളിതമായി പറഞ്ഞാൽ, ഞാൻ എടുത്ത തീരുമാനത്തിന് ഞാൻ തന്നെ ഉത്തരവാദി എന്ന ബോധം. സൈന്യത്തിൽ ഒരു ഓഫീസറുടെ ചെറിയ കൈപ്പിഴ ചിലപ്പോൾ നൂറുകണക്കിന് ജവാന്മാരുടെ ജീവൻ അപകടത്തിലാക്കിയേക്കാം. അവിടെ ചെന്ന് കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് അല്ലെങ്കിൽ വയർലെസ് പണിമുടക്കിയത് കൊണ്ടാണ് എന്ന് ഒഴികെ കഴിവ് പറയാൻ ഒരു ഓഫീസർക്ക് കഴിയില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു കമാൻഡർ പറയുന്നത് "ദ ബക്ക് സ്റ്റോപ്പ് ഹിയർ" എന്നാണ്. അതായത് അവസാന ഉത്തരവാദിത്തം എന്റേതാണ്. നമ്മുടെ കുട്ടികളിലേക്ക് നോക്കൂ. അവർ അറിയാതെ വളർത്തിയെടുക്കുന്ന ഒരു സ്വഭാവമാണ് വിക്ടിം മെന്റാലിറ്റി. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ അവർ പറയും ടീച്ചർക്ക് എന്നോട് ദേഷ്യമാണ്, അല്ലെങ്കിൽ പറയും അത് ചോദ്യങ്ങളൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. ഇവിടെ കുട്ടി ചെയ്യുന്നത് എന്താണ്? തന്റെ പരാജയത്തിന്റെ ഭാരം മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് ആരോപിക്കുകയാണ്, മാറ്റിവെക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയുടെ മസ്തിഷ്കം പതുക്കെ പതുക്കെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശീലിക്കുന്നു. NDAയിലെ SSP ഇന്റർവ്യൂവിൽ സൈക്കോളജിസ്റ്റുകൾ നോക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്: ഈ കുട്ടി പ്രതിസന്ധികളിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ അതോ പഴിചാരുമോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ മാതാപിതാക്കൾ അറിയാതെ ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. കുട്ടി ഒരു ഗ്ലാസ് പൊട്ടിച്ചാൽ നമ്മൾ അവനെ സംരക്ഷിക്കാനായിട്ട് "അത് സാരമില്ല, പൂച്ച തള്ളിയിട്ടതാകും" എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും. അവിടെ നമ്മൾ കുട്ടിയെ രക്ഷിക്കുകയല്ല, മറിച്ച് കള്ളം പറയാനും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം "നീ ഓടിയപ്പോ തട്ടിയതല്ലേ, സാരമില്ല, ഇത് നമുക്ക് ഒരുമിച്ച് വൃത്തിയാക്കാം, അല്ലെങ്കിൽ ഇത് നീ തന്നെ വൃത്തിയാക്കൂ" എന്ന് പറഞ്ഞു നോക്കൂ. അതായത് തെറ്റ് സമ്മതിക്കുന്നത് ഒരു കുറവല്ല, മറിച്ച് അതൊരു ധീരതയാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇനി നിങ്ങളുടെ കുട്ടിക്ക് 9ാം ക്ലാസ്സിന് മുൻപ് ഇത്തരം ഗുണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു ചെറിയ പരീക്ഷണം നടത്താം. വരും ആഴ്ചയിലെ വീട്ടിലെ ഒരു ചെറിയ കാര്യം, അതായത് ഉദാഹരണത്തിന് പൂന്തോട്ടം നനയ്ക്കുന്നതോ അല്ലെങ്കിൽ വീടിന്റെ ഒരു ഭാഗം അടുക്കി വെക്കുന്നതോ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തിന് വിട്ടുകൊടുക്കുക. അവർ അത് മറന്നു പോയാൽ ഉടനെ അവരെ ശകാരിക്കാൻ നിൽക്കാതെ പകരം ആ കാര്യം നടക്കാത്തത് കൊണ്ട് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് അവർക്ക് കാട്ടിക്കൊടുക്കുക. ഇതാണ് ഒരു ഓഫീസറെ വളർത്താനുള്ള ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്: സ്ട്രെസ് റെസ്പോൺസ് പാറ്റേൺ. ഇത് വെറും ഒരു സ്വഭാവമല്ല, ഒരു ബയോളജിക്കൽ വയറിംഗ് ആണ്. പരീക്ഷാ ഹാളിലോ കളിക്കളത്തിലോ അപ്രതീക്ഷിതമായ ഒരു തടസ്സം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കുട്ടി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അവർ കരഞ്ഞു തളർന്നു പോകാറുണ്ടോ അതോ ഇനി എന്ത് ചെയ്യാമെന്ന് ശാന്തമായി ചിന്തിക്കാറുണ്ടോ? ഒരു യുദ്ധകളത്തിലോ ഒരു ഹെലികോപ്റ്റർ റെസ്ക്യൂ ഓപ്പറേഷനിലോ അപ്രതീക്ഷിതമായ ഒരു തടസ്സമുണ്ടാകുമ്പോൾ ഓഫീസർ പാനിക്കായാൽ അത് അദ്ദേഹത്തിന്റെ മാത്രമല്ല കൂടെയുള്ള 10ഓളം പേരുടെ ജീവനെ കൂടി ബാധിക്കും. അതുകൊണ്ട് SSB ഇന്റർവ്യൂവിൽ ഓഫീസേഴ്സ് നോക്കുന്നത് നിങ്ങളുടെ മക്കൾ എത്ര വലിയ കണക്കുകൂട്ടും എന്നല്ല, മറിച്ച് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ എത്ര വേഗത്തിൽ കൃത്യമായ തീരുമാനമെടുക്കും എന്നാണ്. സമ്മർദ്ദമുണ്ടാകുമ്പോൾ തളരാതെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരെയാണ് ഡിഫൻസിന് വേണ്ടത്. ഇതിനെയാണ് നമ്മൾ ഓഫീസർ ലൈക്ക് ക്വാളിറ്റി എന്ന് വിളിക്കുന്നത്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ, ഒരു വലിയ സമ്മർദ്ദം വരുമ്പോൾ മനുഷ്യൻ 3 രീതിയിലാണ് പ്രതികരിക്കുക: ഫ്ലൈറ്റ്, ഫ്രീസ് ആൻഡ് ഫൈറ്റ്. ഫ്ലൈറ്റ് എന്നാൽ പേടിച്ചോടുക അല്ലെങ്കിൽ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഫ്രീസോ ഒന്നും ചെയ്യാൻ കഴിയാതെ മരവിച്ചു നിൽക്കുക. ആൻഡ് ഫൈറ്റ് ആ സാഹചര്യത്തെ ബുദ്ധിപൂർവ്വം നേരിടുക. ഒരു ഓഫീസർക്ക് വേണ്ടത് ശാന്തമായ ഈ ഫൈറ്റ് മോഡാണ്. മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ ചില എളുപ്പ വഴികളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന് കരുതുക. ഉദാഹരണത്തിന്, യാത്രക്കിടയിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആകുന്നു അല്ലെങ്കിൽ വീട്ടിലെ ഫ്യൂസ് പോകുന്നു. ആ സമയത്ത് നിങ്ങളുടെ കുട്ടി എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നിരീക്ഷിക്കുക. "അയ്യോ, നീ എന്ത് ചെയ്യും" എന്ന് പറഞ്ഞ് പരിഭ്രമിക്കുകയാണോ? അല്ലെങ്കിൽ "അച്ഛ, അമ്മേ, നമുക്ക് ശരിയാക്കാം, നമുക്ക് ആദ്യം മെക്കാനിക്കിനെ ഒന്ന് വിളിച്ചു നോക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ ടോർച്ച് എടുത്തുകൊണ്ട് വരാം" എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയാണോ ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കുക. ഇത്തരം ചെറിയ കാര്യങ്ങളിലൂടെ കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന ഓഫീസർ ക്വാളിറ്റീസ് നമുക്ക് കണ്ടെത്താനാകും. അഥവാ നിങ്ങളുടെ കുട്ടി പാനിക് ആകുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഇത് നമുക്ക് ട്രെയിൻ ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം ശാരീരിക ക്ഷമതയാണ്. എന്റെ മകൻ അല്ലെങ്കിൽ മകൾ നല്ല ഉയരമുള്ള ആളാണ്, ദിവസവും ജിമ്മിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് അവന് ഡിഫൻസിൽ സെലക്ഷൻ കിട്ടാതിരിക്കില്ല എന്ന് കരുതുന്ന പല മാതാപിതാക്കളുമുണ്ട്. ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. സൈന്യത്തിന് വേണ്ടത് ഒരു ബോഡി ബിൽഡറെ അല്ല, മറിച്ച് ഒരു കോമ്പാറ്റ് വാരിയറെയാണ്.
അതായത് NDA സെലക്ഷനിൽ അവർ നോക്കുന്നത് ശരീരത്തിന് എത്രത്തോളം ഗ്രിറ്റ് ഉണ്ടെന്നാണ്. മസിലുകളല്ല, എൻഡ്യൂറൻസ് ആണ് പ്രധാനം. ജിമ്മിൽ പോയി മസിൽ ഉണ്ടാക്കുന്നത് ഒരു നിയന്ത്രിത സാഹചര്യത്തിലാണ്. അവിടെ എയർ കണ്ടീഷൻ ഉണ്ടാകും, കൃത്യമായ ഭക്ഷണക്രമം ഉണ്ടാകാം. എന്നാൽ സൈനിക പരിശീലനം അങ്ങനെയല്ല. കഠിനമായ വെയിലത്ത്, ചതുപ്പിൽ അല്ലെങ്കിൽ മരം കൊച്ചുന്ന തണുപ്പിൽ കിലോമീറ്ററുകളോളം ഭാരവും ചുമന്ന് ഓടേണ്ടി വരും. ഇതിനെയാണ് നമ്മൾ എൻഡ്യൂറൻസ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ കുട്ടിക്ക് ഒരു ദിവസം 5 കിലോമീറ്റർ നടക്കാൻ മടിയുണ്ടോ? ചെറിയൊരു പനി വരുമ്പോഴേക്കും തളർന്നു പോകുന്ന പ്രകൃതമാണ് എങ്കിൽ അവരെ ഈ ശീലങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കണം. ശാരീരികമായ അസ്വസ്ഥതകളെ അതിജീവിക്കാനുള്ള കഴിവാണ് ഒരു ഓഫീസർക്ക് വേണ്ടത്. ഇനി കുട്ടികളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാൻ പാരന്റ്സിന് എന്തൊക്കെ ചെയ്യാനാകുമെന്ന് നോക്കാം. ആദ്യത്തേത് ഡിജിറ്റൽ ഡീടോക്സ് ഹൈറ്റ്സ്. മാസത്തിലൊരിക്കൽ ഫോൺ മാറ്റിവെച്ച് ഒരു മല കയറ്റത്തിനോ അല്ലെങ്കിൽ നീണ്ട നടത്തത്തിനോ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുക. 2. ബേസിക് സ്റ്റാമിന ടെസ്റ്റ്. അവർക്ക് 15 മുതൽ 20 മിനിറ്റ് വരെ നിർത്താതെ ഓടാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ദെൻ പോസ്ചർ ചെക്ക്. അവൻ കൂനിയിരുന്നാണോ സംസാരിക്കുന്നത്, അവളുടെ തോൾ നിവർന്നതാണോ എന്നൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. കൂടാതെ ഫ്ലാറ്റ് ഫുഡ്, നോക്ക് നീസ് എന്നിവയില്ലെന്ന് ഉറപ്പുവരുത്തുക. മെഡിക്കൽ സ്ക്രീനിംഗ് റെഗുലറായി ചെയ്യുക. ഓർക്കുക, ശരീരം ഒരു യന്ത്രം പോലെയാണ്. അതിനെ എത്രത്തോളം വെല്ലുവിളിക്കുന്നുവോ അത്രത്തോളം അത് കരുത്താർജിക്കും. 4. കമ്മ്യൂണിക്കേഷൻ ലോജിക്. എന്താണ് കമ്മ്യൂണിക്കേഷൻ ലോജിക്? SSB ഇന്റർവ്യൂവിൽ ഒരു ഓഫീസർ നിങ്ങളുടെ കുട്ടിയോട് ചോദ്യം ചോദിക്കുന്നുവെന്ന് കരുതുക. കുട്ടി ഒരുപാട് സംസാരിക്കുന്നുണ്ടോ? പക്ഷേ പറഞ്ഞ കാര്യത്തിന് ഒരു തുടക്കമോ ഒടുക്കമോ ഇല്ലെങ്കിൽ അവർ പരാജയപ്പെടും. പകരം പറയുന്ന കാര്യങ്ങളെ ആമുഖം, വിഷയം, നിഗമനം എന്നിങ്ങനെ ലോജിക്കലായി അടുക്കി അവതരിപ്പിക്കാൻ കുട്ടിക്ക് കഴിയുന്നുണ്ടെങ്കിൽ വിജയം ഉറപ്പിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അഭിപ്രായ രൂപീകരണം. നിങ്ങളുടെ കുട്ടിക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് സ്വന്തമായ ഒരു അഭിപ്രായമുണ്ടോ? പത്രത്തിൽ ഒരു വാർത്ത കണ്ടാൽ അതിനെക്കുറിച്ച് ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? പല കുട്ടികളും സിലബസിലെ കാര്യങ്ങൾ കാണാപാഠം പഠിക്കും. പക്ഷേ ഇന്ത്യ-പാക് ബന്ധമെന്നോ കാലാവസ്ഥാ വ്യതിയാനമെന്നോ കേട്ടാൽ അവർക്ക് മൗനം പാലിക്കേണ്ടി വരുന്നു. വായനയിലൂടെ, ചർച്ചകളിലൂടെ മാത്രമേ ഈ കഴിവ് വളർത്തിയെടുക്കാൻ കഴിയൂ. നിങ്ങളുടെ കുട്ടിയുടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാൻ ഇന്നു മുതൽ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുക. 2 മിനിറ്റ് ടോക്സ്. ദിവസവും ഒരു ലളിതമായ വിഷയം നൽകുക. ആ വിഷയത്തെക്കുറിച്ച് 2 മിനിറ്റ് ലോജിക്കലായി സംസാരിക്കാൻ പറയുക. കടുപ്പമേറിയ വാക്കുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ലളിതമായ വാക്കുകളിൽ കാര്യം വ്യക്തമാക്കാൻ പഠിപ്പിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ പ്രധാന വാർത്തകളെക്കുറിച്ച് വീട്ടിൽ ഒരു ചെറിയ ക്വിസ് നടത്തുക. ഓർക്കുക, യൂണിഫോമിനുള്ളിലെ മനുഷ്യൻ സംസാരിക്കുമ്പോൾ ലോകം അത് ശ്രദ്ധിക്കണം. ആ ശബ്ദത്തിന് കരുത്തുണ്ടാകുന്നത് വാക്കുകളിൽ നിന്നല്ല, മറിച്ച് ചിന്തകളിലെ വ്യക്തതയിൽ നിന്നാണ്. നമ്മുടെ 5ാമത്തെ ഗുണം ക്യൂരിയോസിറ്റി ആൻഡ് അവയർനെസ് ആണ്. ലളിതമായി പറഞ്ഞാൽ എന്തുകൊണ്ട്, എങ്ങനെ എന്ന് ചോദിക്കാനുള്ള ആർജവം. പല മാതാപിതാക്കളും അഭിമാനത്തോടെ പറയാറുണ്ട്, എന്റെ മകൻ പറഞ്ഞാൽ മാത്രം പഠിക്കുന്നവനാണ്, പറഞ്ഞ ഏത് സമയത്തും അവൻ ഇരുന്ന് പഠിച്ചോളൂ. എന്നാൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് ഗുണമല്ല. ഒരു ഓഫീസർക്ക് വേണ്ടത് നിർദ്ദേശങ്ങൾ അനുസരിക്കാനുള്ള കഴിവ് മാത്രമല്ല, സാഹചര്യങ്ങൾ നിരീക്ഷിച്ച് സ്വയം അറിവ് തേടാനുള്ള താല്പര്യം കൂടിയാണ്. ഒരു NDA കേഡറ്റ് അറിഞ്ഞിരിക്കേണ്ടത് തന്റെ പാഠപുസ്തകത്തിലെ സമവാക്യങ്ങൾ മാത്രമല്ല, രാജ്യത്തിന്റെ അതിർത്തികൾ എവിടെയാണ്, ആരാണ് നമ്മുടെ അയൽക്കാർ, ലോകത്ത് എവിടെയാണ് യുദ്ധങ്ങൾ നടക്കുന്നത്, പുതിയ സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണ് യുദ്ധതന്ത്രങ്ങളെ മാറ്റുന്നത്, ഇത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായ ഒരു താല്പര്യം കുട്ടിക്കുണ്ടോ എന്ന് നോക്കും. ഇതോടൊപ്പം ഉണ്ടായിരിക്കേണ്ട മറ്റൊരു ഗുണമാണ് നിരീക്ഷണ പഠനം, പവർ ഓഫ് ഒബ്സർവേഷൻ. ഒരു ഓഫീസർ തന്റെ ചുറ്റുപാടുകളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ കുട്ടി ഒരു പുതിയ സ്ഥലത്ത് പോയാൽ അവിടുത്തെ ഭൂപ്രകൃതി ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു വിമാനം ആകാശത്ത് കണ്ടാൽ ഏതാണെന്ന് അറിയാൻ അവൻ ശ്രമിക്കാറുണ്ടോ? ഈ നിരീക്ഷണ പാഠവുമാണ് പ്രതിസന്ധികളിൽ ശരിയായ തീരുമാനമെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇനി ക്രിട്ടിക്കൽ തിങ്കിങ്. ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളെ നമ്മൾ പലപ്പോഴും വിലക്കാറുണ്ട്. എന്നാൽ സൈന്യത്തിന് വേണ്ടത് ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ളവരെയാണ്. ഒരു പുതിയ ഗാഡ്ജറ്റ് കണ്ടാൽ അതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവർ തിരയുന്നുണ്ടോ? ഒരു പ്രശ്നം കണ്ടാൽ അത് പരിഹരിക്കാൻ പുതിയ വഴികൾ ചിന്തിക്കുന്നുണ്ടോ? ഈ ജിജ്ഞാസയാണ് നാളെ അവരെ ഒരു മികച്ച സ്ട്രാറ്റജിസ്റ്റ് ആക്കി മാറ്റുന്നത്. കുട്ടികളിൽ ഈ ജിജ്ഞാസ വളർത്താൻ പാരന്റ്സിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദിവസവും ഒരു വാർത്ത എടുത്ത് അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് കുട്ടിയോട് ചോദിക്കുക. വീട്ടിൽ ഒരു ഭൂപടം വെക്കുക. യാത്രകൾ പോകുമ്പോൾ ഗൂഗിൾ മാപ്പിന് പകരം ആ ഭൂപടം നോക്കി വഴി കണ്ടെത്താൻ കുട്ടിയെ ഏൽപ്പിക്കുക. ഓർക്കുക, അറിവുള്ളവൻ ആത്മവിശ്വാസമുള്ളവനായിരിക്കും. ആ ആത്മവിശ്വാസമാണ് ഒരു ഓഫീസറുടെ മുഖമുദ്ര. 9ാം ക്ലാസ്സിന് മുൻപ് ഈ മാറ്റങ്ങൾ നിങ്ങൾ അവരിൽ കൊണ്ടുവന്നാൽ NDA എന്നത് അവർക്ക് എത്തിപ്പിടിക്കാവുന്ന ഒരു ദൂരമേ ഉണ്ടാകൂ. യൂണിഫോമിനോടുള്ള സ്നേഹം ഒരു ആവേശം മാത്രമാകരുത്, അതൊരു തയ്യാറെടുപ്പായിരിക്കണം. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ, അതായത് ഡിസിഷൻ ഓണർഷിപ്പ്, സ്ട്രെസ് റെസ്പോൺസ്, ഫിസിക്കൽ ഗ്രിപ്പ്, കമ്മ്യൂണിക്കേഷൻ ലോജിക് ആൻഡ് ക്യൂരിയോസിറ്റി, ഇവ ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതല്ല. ഇത് കുട്ടിക്കാലം മുതൽ വളർത്തിയെടുക്കേണ്ട ഒരു ജീവിത രീതിയാണ്. നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾക്ക് ഈ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ശരിയായ വഴി കാട്ടുക. ഈ വീഡിയോയിലെ പോയിന്റുകൾ വെച്ച് നിങ്ങളുടെ കുട്ടിയെ വിലയിരുത്തിയോ? ഇതിൽ ഏത് ഗുണമാണ് നിങ്ങളുടെ കുട്ടിയിൽ ഏറ്റവും കൂടുതലായുള്ളത്? അത് താഴെ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ഈ സ്വപ്നത്തിൽ നിങ്ങളെ സഹായിക്കാൻ വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോകളുമായി ഞാൻ എത്തും. ഒപ്പം NDA സിലബസ് എങ്ങനെ ലളിതമായി നേരിടാം എന്നതിനെ കുറിച്ചുള്ള ടിപ്പുകളും ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്കായി ലൈവ് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യൂ. താങ്ക് യു.